ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.
युगधर्म हरिनाम संकीर्तन की हरे कृष्ण महामंत्र सामवेद गौरव वृंद की कथा गौर प्रेम ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरे कृष्ण എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇവിടെ ഒരുപാട് മുതിർന്ന ഭക്തന്മാരും പിന്നെ കുറേ പുതിയ ഭക്തന്മാരും എല്ലാവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാം അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് അനുഗ്രഹിക്കുക. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് തിരുവോണമാണ് മലയാളികൾക്ക്. പക്ഷേ വൈഷ്ണവർക്ക്, കൃഷ്ണ ഭക്തന്മാർക്ക് ഇന്ന് വാമന അപ്പിയറൻസ് ഡേ, അതായത് ശ്രീ വാമനദേവൻ ആവിർഭവിച്ച ദിവസമാണ്. ഇപ്പോൾ നമ്മൾ മലയാളി പ്ലസ് വൈഷ്ണവർ ആയതുകൊണ്ട് നമുക്ക് ഓണം ഉണ്ട്. അതോടുകൂടി പ്രധാനമായിട്ടും വാമനദേവൻ്റെ അപ്പിയറൻസ് ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് ഭാഗവതത്തിലെ 8ാം കാൻഡോയിലാണ് വാമനദേവൻ്റെ അപ്പിയറൻസിനെ കുറിച്ച്, മഹാബലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രത്യേക ശ്ലോകം ഇന്ന് വായിക്കുന്നില്ല. പക്ഷേ ഇൻ ജനറൽ വാമനദേവനെ കുറിച്ചും മഹാബലിയെക്കുറിച്ചും പറയാനാണ് ആഗ്രഹിക്കുന്നത്. സ്വതവേ നമ്മൾ മലയാളികൾക്ക് ഒരു ചിന്തയുണ്ട്. അതായത് മഹാനായ മഹാബലി ചക്രവർത്തിയെ അതിക്രൂരനായ വാമനദേവൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഇത്രയും നല്ലവനായ മഹാബലിയെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തിയ വാമനദേവൻ ചെയ്തത് ശരിയാണെന്ന് എത്ര പേര് സമ്മതിക്കുന്നു? ഓക്കെ. അപ്പോൾ ശരിയല്ല എന്ന് പറയുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട് അല്ലേ? അതായത് വാമനദേവൻ ചെയ്തത് ശരിയല്ല എന്ന് സമ്മതിക്കുന്ന കുറച്ച് വ്യക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് ഈ ലീലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ തന്നെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള പല തെറ്റിദ്ധാരണകളുണ്ട് ഭഗവാനെക്കുറിച്ച്. ഭഗവാൻ ചെയ്ത ആ ലീല ശരിയായില്ല, ആ വ്യക്തിയോട് ചെയ്തത് ശരിയായില്ല എന്ന് ഒരു സമയത്ത് ഞാനും ചിന്തിച്ചിരുന്നതാണ്. പിന്നീട് കൃഷ്ണബോധത്തിലേക്ക് വന്നതിന് ശേഷം, ഈ ഭാഗവതം വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് ആ ലീലയുടെ പുറകിലുള്ള ലക്ഷ്യം എന്നെനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ അറിവ് നിങ്ങളിലേക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ.
नमो ओम विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः अनंतकोटि वैष्णववृंद की जय। हरे कृष्ण। We have Tarini Mataji and family Mataji. Please excuse me that I cannot translate into English because majority of people are here are Malayalis. It will be very difficult for me to speak in both languages because it may take extra time. So please, yeah, thank you so much. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അതൊരു പക്ഷേ എൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ മുതിർന്ന ഭക്തന്മാരുണ്ട്, പ്രദേശത്ത് തന്നെ തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ബലി മഹാരാജൻ്റെ ഈ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പാലാഴി മദനത്തിന് ശേഷം ദൈത്യന്മാർ, അതായത് രാക്ഷസന്മാർ ദേവന്മാരും തമ്മിൽ വലിയ യുദ്ധം നടക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെയെല്ലാം വധിക്കുകയും ചെയ്തു. ആ വധിച്ചതിൽ ബലിമഹാരാജാവും ഉൾപ്പെട്ടിരുന്നു. ബലിമഹാരാജാവിന് അന്ന് ദേവന്മാർ വധിച്ചിരുന്നു. പക്ഷേ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ അദ്ദേഹം തൻ്റെ മന്ത്രസിദ്ധി കൊണ്ട് മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ബലിമഹാരാജാവിന് ജീവൻ തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ബലിമഹാരാജാവ് ഒരുപാട് അശ്വമേധയാഗങ്ങളും അങ്ങനെ പലതരത്തിലുള്ള യാഗങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു വളരെ വിശിഷ്ടമായ വിശ്വജിത്ത് എന്നു പേരായിട്ടുള്ള ഒരു യാഗം ബലിമഹാരാജാവ് നടത്തി. ആ യാഗം നടത്തിയതിന് ശേഷം ആ യാഗ അഗ്നിയിൽ നിന്നും വളരെ വിശിഷ്ടമായ ഒരു രഥം പ്രത്യക്ഷപ്പെടുകയും സ്വർണ്ണ നിറത്തോട് കൂടിയ കുതിരകളെ കൂടിയ ആ രഥത്തിൻ്റെ കൊടിയിൽ സിംഹത്തിൻ്റെ തല ചിഹ്നമായിട്ടിരുന്നു. അതുകൂടാതെ വളരെ വിശിഷ്ടമായ അമ്പുകൾ, പിന്നെ പലതരത്തിലുള്ള ആയുധങ്ങളെല്ലാം ഈ യാഗ അഗ്നിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൂടാതെ അദ്ദേഹം 99ഓളം അശ്വമേധയാഗങ്ങളും നടത്തി. ഇതെല്ലാം ചെയ്തതിന് ശേഷം ബലിമഹാരാജാവ് പൂർവാധികം ശക്തനായി മാറി. പൂർവാധികം ശക്തി എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കൊന്നും അടുക്കാൻ സാധിക്കാത്ത അത്രയും പവർഫുള്ളായി മാറി. ഇദ്ദേഹം ഭൃഗു വംശത്തിൽപ്പെട്ട ബ്രാഹ്മണന്മാരുടെ അഭ്യുദയകാംക്ഷയായിരുന്നു. അപ്പോൾ ഈ ബലിമഹാരാജാവ് ഓൾറെഡി വളരെ ദയാലുവും ബ്രാഹ്മണരെയും ഗോക്കളെയും സംരക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണരുടെ വലിയ രീതിയിലുള്ള അനുഗ്രഹം മഹാരാജാവിനുണ്ടായിരുന്നു. അപ്പോൾ ഈ അനുഗ്രഹവും ഈ യജ്ഞങ്ങളിൽ നിന്ന് കിട്ടിയ ശക്തിയും ഉപയോഗിച്ച് അദ്ദേഹം ദേവന്മാരെ കീഴടക്കാൻ യാത്ര തിരിച്ചു. അതിനു മുൻപ് അദ്ദേഹം പാതാള ലോകങ്ങളും ഭൂമിയും ഈ 2 ലോകങ്ങളും അദ്ദേഹം കീഴടക്കിയിരുന്നു ഓൾറെഡി. അതിനുശേഷം അദ്ദേഹം സ്വർഗലോകം കീഴടക്കാൻ വേണ്ടി ഇന്ദ്ര ലോകത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ട മാത്രം തന്നെ ഇന്ദ്രൻ ഭയന്നു. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ദേവന്മാരും ഇന്ദ്രനെല്ലാം വളരെ ഭയന്ന് വിറച്ച് അവരുടെ ഗുരുവിനോട്, ബൃഹസ്പതിയോട് ചോദിച്ചു, ഞങ്ങളിനി എന്ത് ചെയ്യണം? ഇദ്ദേഹവുമായി ഫൈറ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ തോൽക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും. അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഇത്രയും പവർഫുള്ളായ ബലിയോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. ഏറ്റവും നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻ കേട്ടുകൊണ്ട്
ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും എല്ലാം ചേർന്ന് ദേവലോകത്ത് നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇങ്ങനെ ദേവന്മാരെല്ലാം ഓടിപ്പോയതിൽ ദേവന്മാരുടെ അമ്മയായ അതിഥി മാതാവിന് വലിയ വിഷമമായിരുന്നു. കാരണം അതിഥിയുടെ മക്കളാണ് ദേവന്മാർ. അപ്പോൾ അതിഥി മാതാവിന് ഈ തൻ്റെ മക്കൾക്കുണ്ടായ ഈ വിഷമഘട്ടം വളരെ വളരെ ദുഃഖകരമായിരുന്നു. അപ്പോൾ മാതാവ് തൻ്റെ ഭർത്താവായ കശ്യപ മഹർഷിയോട് ഉപദേശം ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് വളരെ വിഷമമാണ്. കാരണം എൻ്റെ മക്കളെയെല്ലാം ഈ ബലി എന്ന രാക്ഷസൻ ഇന്ദ്രലോകത്തു നിന്ന് ഓടിച്ചു വിട്ടു. ഇപ്പോൾ അവർക്ക് രാജ്യവുമില്ല, ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ കശ്യപ മഹർഷി അവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നു, കശ്യപ മഹർഷി അവിടെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിഥി മാതാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നാരായണനെ ശരണം പ്രാപിക്കാൻ. അപ്പോൾ ഈ ഗുരുതത്വം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പുറപ്പെട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നു, ആരാണോ ഒരു വ്യക്തിയെ ശ്രീമദ് നാരായണനിലേക്ക് പറഞ്ഞു വിടുന്നത് അവരാണ് ഗുരു. അപ്പോൾ ഈ അതിഥിയോട് ഭർത്താവായ കശ്യപ മഹർഷി നാരായണനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സന്ദർഭം അദ്ദേഹം ഒരു ഗുരുവിനെ പോലെയാണ് ആക്ട് ചെയ്തത്. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശം സ്വീകരിച്ച അതിഥി മാതാവ് 12 ദിവസം നീണ്ടു നിന്ന ഒരു പയോവ്രതം എന്ന് പറയുന്ന ഒരു വ്രതം നോക്കുകയും ആ വ്രതത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വ്രതമാണ് ഈ പയോവ്രതം. ആ വ്രതത്തിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഭഗവാനോട് അതിഥി മാതാവ് തൻ്റെ വിഷമം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ തന്നെ സ്വയം നിൻ്റെ മകനായി ജനിച്ച് നിൻ്റെ ദുഃഖത്തിനുള്ള അറിവ് ഞാൻ വരുത്തിക്കൊള്ളാം എന്ന് ഭഗവാൻ അതിഥി മാതാവിനോട് വാക്ക് കൊടുത്തു. അങ്ങനെ ഭഗവാൻ തൻ്റെ 4 കൈകളുള്ള രൂപത്തിൽ നിന്ന് അതിഥി മാതാവിൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു. ഈ വിവരം കശ്യപ മഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുകയും സാക്ഷാൽ ഭഗവാൻ നാരായണൻ തൻ്റെ പത്നിയുടെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നു എന്നുള്ള വിവരം അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. അങ്ങനെ അതിഥി മാതാവ് ശ്രീമൻ നാരായണന് ജന്മം നൽകുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ തൻ്റെ 4 കൈകളോടുകൂടിയ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ അതിമനോഹരമായ രൂപത്തിലാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് 3 ഋതുക്കളും ഒരേ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. അതുകൂടാതെ ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി, ശംഖനാദം, ദേവന്മാരെല്ലാം ദേവന്മാരെല്ലാം ആകാശത്തു നിന്ന് പുഷ്പം വൃഷ്ടിക്കുകയും ഈ മനോഹരമായ രൂപത്തിൽ അവരെല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. കാരണം ഉടനെ തന്നെ ഈ ബലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു. അങ്ങനെ അല്പസമയത്തിനകം ഭഗവാൻ തൻ്റെ 4 കൈകളുള്ള ആ രൂപത്തിൽ നിന്നും ഒരു ചെറിയ കുട്ടി, ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിലേക്ക് ഭഗവാൻ രൂപം മാറുകയും ആ രൂപത്തെക്കുറിച്ച് വളരെ മനോഹരമായ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ രൂപത്തെ ഇപ്രകാരമാണ് വർണ്ണിക്കുന്നത്. ശ്യാമവർണ്ണത്തിലുള്ള ആ രൂപം, പിന്നെ അതിമനോഹരമായ നയനങ്ങൾ, കാതിൽ മകരകുണ്ടലങ്ങൾ, എന്താ പറയുക, അത്രയും കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായ ഒരു കൊച്ചു ബ്രാഹ്മണൻ്റെ രൂപത്തിലേക്ക് ഭഗവാൻ മാറി. അതിനുശേഷം അവിടെ ഭഗവാന്റെ ഉപനയന കർമ്മം നടന്നു. അതായത് പൂണോദ്ധാരണ കർമ്മം. ആ കർമ്മത്തിന് സാക്ഷാൽ ബ്രഹ്മദേവൻ, ലോർഡ് ശിവ, പാർവതി, പിന്നെ സൂര്യദേവൻ, ഇങ്ങനെയുള്ള പല ദേവന്മാർ വരികയും അവർ പലതരത്തിലുള്ള സമ്മാനങ്ങൾ ഭഗവാന് നൽകുകയും ചെയ്തു. അതായത് സൂര്യദേവൻ ഉപനയന മന്ത്രം, ഗായത്രി മന്ത്രം ജപിക്കുകയും
പിന്നെ പാർവതി ദേവി അദ്ദേഹത്തിന് ആദ്യത്തെ ഭിക്ഷ നൽകുകയും ബ്രഹ്മദേവൻ മേലെ കൊടുക്കാനുള്ള ഒരു മാനിൻ്റെ തോൽ നൽകുകയും അങ്ങനെ പല തരത്തിലുള്ള ഗിഫ്റ്റുകൾ ഭഗവാന് നൽകി. ഈ ഗിഫ്റ്റുകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഭഗവാൻ ഈ 100ാമത് അശ്വമേധ യാഗം നടക്കുന്ന വേദിയിലേക്ക് യാത്രയായി. അതായത് അവിടെ ബലി മഹാരാജാവ് തൻ്റെ അശ്വമേധ യാഗം നടത്തുകയാണ്. അങ്ങനെ ഈ യാഗശാലയിലേക്ക് പതിയെ നടന്നു വരുന്ന ഈ തേജസ്സുള്ള ഈ യുവ ബ്രാഹ്മണനെ കണ്ട് ആ യാഗം നടത്തിയിരുന്ന ബ്രാഹ്മണന്മാരെല്ലാം വളരെ ആശ്ചര്യത്തോടു കൂടി അവരെഴുന്നേറ്റ് നിൽക്കുകയും ഭഗവാന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്തു. ക്ഷമിക്കണം, എൻ്റെ മലയാളം വാക്ക് ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ വരും, ക്ഷമിക്കണം. അങ്ങനെ ഭഗവാനെ എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ചു. ഈ തേജസ്സുള്ള ഈ സുന്ദരമായ ഈ യുവാവിനെ അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ട ബലി മഹാരാജാവിനും വളരെ ഇദ്ദേഹത്തെ കണ്ട മാത്രം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം സ്നേഹവും വാത്സല്യവും ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റും ബലി മഹാരാജാവിനും ഈ കുട്ടിയോട് തോന്നി. അങ്ങനെ ഈ കുട്ടിയെ ബലി മഹാരാജാവ് സ്വീകരിച്ചിരുത്തുകയും അദ്ദേഹം സ്വയം ഈ കുട്ടിയുടെ പാദം വെള്ളം കൊണ്ട് കഴുകുകയും ആ വെള്ളം അദ്ദേഹം തൻ്റെ ശിരസിൽ തെളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയും സന്തോഷവും തോന്നി. അദ്ദേഹം രാക്ഷസ കുലത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഒരു നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം. പക്ഷേ രാക്ഷസ കുലത്തിലായതുകൊണ്ട് രാക്ഷസത്തിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളും ഈ യുദ്ധങ്ങൾ ചെയ്തതും ഈ ദേവന്മാരെ തുരത്തിയതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കുലത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങും നിന്നില്ലാത്തൊരു വളരെ സന്തോഷം ഈ കുട്ടിയെ കണ്ടപ്പോൾ തോന്നി. അദ്ദേഹം ആ ജലം തൻ്റെ ശിരസിൽ തളിച്ച സമയത്ത് സാക്ഷാൽ ഗംഗാദേവി അവിടെ ആ ജലം ഗംഗാദേവിയായി മാറുകയും അദ്ദേഹത്തെ പ്യൂരിഫൈ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹം ഈ കുട്ടിയുടെ അടുത്ത് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയും ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ചുമ്മാ വന്നതാണെന്ന് വെറുതെ വന്നതാണെന്ന് തോന്നുന്നില്ല, എന്തോ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാൻ തരാൻ തയ്യാറാണ്. അദ്ദേഹം ബലി മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ഈ 3 ലോകങ്ങളും ഞാൻ അധീനപ്പെടുത്തിയിരിക്കുകയാണ്, എൻ്റെ അധീനതയിലാണ് ഈ 3 ലോകങ്ങളും. അപ്പോൾ എന്ത് വേണം താങ്കൾക്ക്? ഈ പാതാളലോകം വേണോ, ഭൂലോകം വേണോ, ഇനി സ്വർഗലോകം വേണോ? ഇങ്ങനെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കാരണം നമ്മളെല്ലാം 5 സെൻറ്റ് സ്ഥലം വേണമെന്ന് ചോദിക്കുന്ന പോലെയാണ് സ്വർഗം വേണമെങ്കിൽ എടുത്തോളൂ എന്ന് ഇദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം അത്രയും ഈ 3 ലോകങ്ങളും അടക്കി ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭഗവാൻ വളരെ മന്ദസ്മിതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, എനിക്ക് ആകെ വെറും 3 അടി മണ്ണ്, എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കാൻ പറ്റിയ 3 അടി മണ്ണ് മാത്രം എനിക്ക് മതിയെന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ ബലി മഹാരാജാവ് ഒരു നിമിഷം ഒന്ന് സംശയിച്ചു, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, താങ്കളെ കണ്ടിട്ട് വളരെ വളരെ ഉന്നതനായൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷേ താങ്കളുടെ ഈ ആഗ്രഹം കേട്ടിട്ട് താങ്കൾ വളരെ ഒരു നിസ്സാരമാണെന്ന് തോന്നുന്നു, എന്തോ ഇത് വളരെ നിസ്സാരമായൊരു ആഗ്രഹമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഭഗവാൻ വളരെയധികം തത്വങ്ങൾ പറയുന്നുണ്ട് ബലി മഹാരാജാവിൻ്റെ അടുത്ത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു തത്വം പറയുന്നത്, വെറും 3 അടി മണ്ണ് കൊണ്ട് സംതൃപ്തനാവാൻ പറ്റാത്ത എനിക്ക് ഈ 3 ലോകം കിട്ടിയിട്ട് എന്താണ് പ്രയോജനം എന്ന് ഭഗവാൻ തിരിച്ച് ബലിയെടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ ആ തത്വം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് സംതൃപ്തപ്പെടാത്ത നമ്മൾ എത്ര കിട്ടിയാലും നമ്മൾക്ക് സന്തോഷം കിട്ടില്ല എന്നാണ് ഭഗവാൻ ആ തത്വത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് കേട്ട ബലി മഹാരാജാവിന് ചെറിയൊരു തോന്നൽ വരും, ഇദ്ദേഹം പറഞ്ഞതിലും ചെറിയ കാര്യമുണ്ട്, പക്ഷെ ചോദിച്ചത് വളരെ കുറഞ്ഞുപോയി. കാരണം ഞാൻ ഇത്രയും ഒരു വലിയ ചക്രവർത്തിയാണ്, എനിക്ക് ഈ 3 ലോകങ്ങളും എൻ്റെ കയ്യിലുണ്ട്, എന്നിട്ട് ചോദിച്ചത് വളരെ നിസ്സാരമായ 3 അടി മണ്ണ് മാത്രമല്ലേ, ഇത് വളരെ കുറഞ്ഞുപോയി. പക്ഷേ ഇദ്ദേഹം പറയുന്ന തത്വങ്ങളിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ബലി മഹാരാജാവ് പറഞ്ഞു, ഓക്കെ, താങ്കളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, 3 അടി മണ്ണ് എടുത്തോളൂ എന്ന് പറഞ്ഞു.
ഈ സമയത്ത് അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യൻ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുന്നു, ഈ വന്നിരിക്കുന്ന ബാലൻ വെറും ഒരു ബ്രാഹ്മണ ബാലനല്ല, മറിച്ച് ഭഗവാൻ വിഷ്ണു തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ ഗുരു ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, അതായത് ബലി മഹാരാജാവിൻ്റെ അടുത്ത് പറയും, മഹാരാജാവെ നിർത്തു, അങ്ങ് ഇങ്ങനെ ഓടി ചാടി വാക്ക് കൊടുക്കല്ലേ, ഈ വന്നിരിക്കുന്നത് മഹാകള്ളനായ നാരായണനാണ്, ഇദ്ദേഹം തീർച്ചയായും അങ്ങേ പറ്റിക്കും, 2 അടി കൊണ്ട് ഈ ലോകവും അങ്ങയുടെ കയ്യിലുള്ള എല്ലാ ലോകങ്ങളും ഇദ്ദേഹം കരസ്ഥമാക്കും, ബാക്കി 3ാമത് ഒരു അദ്ദേഹം അങ്ങേക്ക് കൊടുക്കാൻ ബാക്കി ഒന്നും കാണില്ല, ഇദ്ദേഹം തീർച്ചയായും അങ്ങേ ചതിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു, ഈ ഗുരു. അതുകൂടാതെ എന്തുകൊണ്ട് ഈ ആഗ്രഹം നടത്തരുത് എന്നുള്ളതിന് 9 കാരണം കൂടി ഈ ഗുരു പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞാനിവിടെ അത്രയും വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇത് കേട്ടതിന് ശേഷം ബലി മഹാരാജാവ് തിരിച്ച് ഈ ഗുരുവിൻ്റെ അടുത്ത് പറയുന്നത്, എന്തുകൊണ്ട് ഈ ദാനം ഞാൻ നൽകണം എന്നുള്ളതിനുള്ള 9 കാരണങ്ങൾ ഈ മഹാരാജാവ് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ബലി മഹാരാജാവ് പറയുന്നത്, ഒരു ബ്രാഹ്മണന് കൊടുത്ത വാക്ക് ഒരിക്കലും ഒരു രാജാവ് തെറ്റിക്കാൻ പാടില്ല, അത് വളരെ ഒരു അപമര്യാദയാണ്. പ്രത്യേകിച്ചും ഇദ്ദേഹം ബ്രാഹ്മണന്മാരെയും ഗോക്കളെയും അതീവ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്ന ഒരു ചക്രവർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ വാക്ക് അത്രയും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണന് കൊടുത്ത വാക്ക് അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുവിനെ അവിടെ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദ് ഒരു പ്രത്യേക തത്വം പറയുന്നുണ്ട്, എപ്പോഴാണ് ഒരു ഗുരുവിനെ റിജക്റ്റ് ചെയ്യേണ്ടത്? ഏതൊരു ഗുരുവാണോ ഭഗവാനിൽ നിന്ന് അകലാൻ ഒരു ജീവാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്, ആ ഗുരുവിനെ നമ്മൾക്ക് റിജക്റ്റ് ചെയ്യാം എന്ന് ശ്രീല പ്രഭുപാദ് അതിൻ്റെ ഭാവാർത്ഥത്തിൽ വ്യക്തമായി കൊടുക്കുന്നത്. അപ്പോൾ 2 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ആരാണോ യഥാർത്ഥ ഗുരു, ആരാണോ നമ്മളെ ഭഗവാനോട് ചേർത്ത് വയ്ക്കുന്നത്, അദ്ദേഹം ഗുരുവും, ആരാണോ നമ്മളിൽ നിന്ന് ഭഗവാനെ പിരിക്കുന്നത്, അദ്ദേഹം ഗുരുസ്ഥാനത്തിന് അർഹനല്ല എന്നിങ്ങനെയുള്ള 2 ഉദാഹരണം ഈ ലീലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഗുരുവിൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് മഹാരാജാവ് ബലി പറയും, എന്നോട് ക്ഷമിക്കണം, പക്ഷേ എനിക്ക് എൻ്റെ വാക്കാണ് വലുത്, ദയവ് ചെയ്ത് അങ്ങ് ഈ ആഗ്രഹം നിറവേറ്റിയാലും എന്ന് ഈ ബ്രാഹ്മണനോട് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഈ ശുക്രാചാര്യൻ പറയുന്നുണ്ട്, ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണ് എന്ന് പറയുന്നത്. ഇത് കേട്ട മാത്രമേ ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുന്നു. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നതിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. കാരണം ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാക്ഷാൽ പ്രഹ്ലാദ മഹാരാജിൻ്റെ കൊച്ചുമകനാണ് ബലി മഹാരാജാവ്. നമുക്കെല്ലാവർക്കും അറിയാം, സാക്ഷാൽ ഏറ്റവും ഉത്തമനായ ഭക്തനാണ് ശ്രീ പ്രഹ്ലാദ് മഹാരാജ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ വിരാജൻ എന്ന് പറയുന്ന മകന് ഉണ്ടായ മകനാണ് സാക്ഷാൽ ബലി മഹാരാജാവ്. അപ്പോൾ ഈ പ്രഹ്ലാദ് മഹാരാജിൻ്റെ ആ ഭക്തി പരമ്പര ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും വളരെ ശക്തമായി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംഘത്തിൻ്റെ ഒരു എഫക്റ്റായിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴാണോ ശ്രീ നാരായണൻ തന്നെ സ്വയം തൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭക്തി സ്നേഹവുമെല്ലാം വളരെയധികം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. നാരായണനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ആ കർമ്മം നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു ചെറിയൊരു അഹങ്കാരമുണ്ടായിരുന്നു. ഇത് ഈ കേൾക്കുന്നതിന് മുൻപ് ഈ കാണുന്ന ലോകമെല്ലാം, ഈ 3 ലോകവും എൻ്റെ അധീനതയിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ സ്വയം ഒരു വലിയ രൂപത്തിലേക്ക് മാറുകയും ആദ്യത്തെ ചുവടുകൊണ്ട് പാതാള ലോകങ്ങളും 2ാമത്തെ ചുവടുകൊണ്ട് ഭൂലോകവും ഉപരിലോകവും അദ്ദേഹത്തിൻ്റെ കൈകൾ നിവർത്തിയപ്പോൾ 4 ദിക്കുകളും അദ്ദേഹം കവർന്നു. അപ്പോൾ 3ാമതൊരു ഓപ്ഷൻ ഇല്ല.
എന്നിട്ട് അദ്ദേഹം തിരിച്ചും ആ ചെറിയ ബ്രാഹ്മണന്റെ രൂപത്തിലേക്ക് ചുരുങ്ങി ചെറുതാവുകയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ബലി മഹാരാജാവിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ വാക്ക് താങ്കൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം താങ്കൾ പറഞ്ഞു 3 സ്റ്റെപ്പ് മണ്ണ് ഞാൻ തരാം, പക്ഷേ 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ താങ്കളുടെ എല്ലാ അധീനതയിലുള്ള എല്ലാം ഞാൻ അളന്നു കഴിഞ്ഞു. ഇപ്പോൾ താങ്കൾ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. ഈ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് തെറ്റിച്ചത് കൊണ്ട് താങ്കൾ നരകത്തിൽ പോകാൻ അർഹനാണ് എന്ന് പറയും. പക്ഷേ ബലി മഹാരാജാവിന് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിനുള്ളിൽ ഭഗവാനോടുള്ള ആ ഭക്തിയും സ്നേഹവും ഇങ്ങനെ നിറഞ്ഞു പൊങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഗരുഡൻ പ്രത്യക്ഷപ്പെടുകയും വരുണ പാശം എന്നൊരു പാശം കൊണ്ട് ഇദ്ദേഹത്തെ ബന്ധിക്കുകയും ചെയ്തു ബലി മഹാരാജാവിനെ. ഭഗവാൻ പറയുന്നു, ഇങ്ങനെ ബ്രാഹ്മണ വാക്ക് തെറ്റിച്ചതുകൊണ്ട് താങ്കളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ഈ വരുണപാശം കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. ഈ സമയത്ത് ബലി മഹാരാജാവ് പറയും, ഇല്ല, ഞാൻ എൻ്റെ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഇനി ഒരു ഇടം കൂടി ബാക്കിയുണ്ട്. 2 സ്ഥലം പോയി, 2 ചുവട് കൊണ്ട് ഭഗവാൻ എല്ലാം എടുത്തു. പക്ഷേ ഞാൻ എൻ്റെ വാക്ക് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഇനി ഒരു ഇടം ബാക്കിയുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ ശിരസ് തന്നെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബലി മഹാരാജാവ് പറഞ്ഞു, ദയവ് ചെയ്ത് അങ്ങയുടെ കാലുകൊണ്ട് എൻ്റെ ശിരസ് കൂടി അളന്നെടുത്ത് എൻ്റെ വാക്ക് തെറ്റിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ബലി മഹാരാജാവ് പറഞ്ഞു. അപ്പോൾ ഈ വാക്കുകൾ കേട്ട് വളരെ സന്തുഷ്ടനായ ഭഗവാൻ, ഇദ്ദേഹം ബലി മഹാരാജാവ് ഭഗവാന്റെ മുന്നിൽ അവിടെ ഇരിക്കുകയും ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് തള്ളവിരൽ കൊണ്ട് തലയിൽ വെറുതെ ഒന്ന് തൊടുക മാത്രമാണ് ചെയ്തത്. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് മഹാബലിയെ ചവിട്ടി അരച്ചു, ചവിട്ടി തേച്ചു, ചവിട്ടി താഴ്ത്തി എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം കേട്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ചെയ്തത് ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഒരു ഭക്തിയില്ലാത്ത വ്യക്തി ഈ ഭാഗവതം വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവില്ല. കാരണം ബലി മഹാരാജാവിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയൊരു അഹങ്കാരം, വളരെ ചെറിയൊരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഈ കാണുന്ന 3 ലോകങ്ങളും ഞാൻ അടക്കി ഭരിക്കുന്നു, എനിക്ക് എന്ത് വേണമെങ്കിൽ താങ്കൾക്ക് തരാം, ഞാനാണ് ഇതിൻ്റെ അധിപൻ എന്നുള്ള ചെറിയൊരു അഹങ്കാരം ഈ ബലി മഹാരാജാവിനുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ഭഗവാന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. തൻ്റെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദൻ്റെ കൊച്ചുമകനായ ഈ ബലി മഹാരാജാവ് ഒരു ഉന്നത ഭക്തൻ തന്നെയാണെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ തൻ്റെ ഭക്തന്മാരുടെ ഉള്ളിൽ ഒരു ചെറിയ കടുക് മണി പോലുള്ള ഒരു കളങ്കം പോലും ഭഗവാൻ അത് സഹിക്കില്ല. കാരണം ആ കളങ്കം പോലും തുടച്ചു കളഞ്ഞ് ആ ഭക്തൻ്റെ മനസ്സ് അത്രയും ശുദ്ധമാക്കി മാറ്റാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഈ ബലി മഹാരാജാവിൽ നിന്നും 3 അടി മണ്ണോ അല്ലെങ്കിൽ ഈ 3 ലോകങ്ങൾ കൊണ്ടോ സന്തുഷ്ടനാകേണ്ട കാര്യം ഭഗവാനില്ല. കാരണം ഈ 14 ലോകങ്ങളും ഗോലോകവും സകലതും സൃഷ്ടിച്ചത് ഭഗവാനാണ്. അദ്ദേഹത്തിന് ഈ 3 ലോകങ്ങൾ കിട്ടിയത് കൊണ്ട് ഒന്നും നേടാനില്ല. പക്ഷേ തൻ്റെ ഭക്തൻ ഈ ചെറിയൊരു അഹങ്കാരം കൊണ്ട് വീണ്ടും ഈ അശ്വമേധയാഗം നടത്തുകയും തുടർന്ന് നമുക്കറിയാം 100 അശ്വമേധയാഗം നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തി ഇന്ദ്രനാവാൻ ക്വാളിഫൈഡാണ്. അപ്പോൾ അങ്ങനെ ഇന്ദ്രനായി കഴിഞ്ഞാൽ ഇദ്ദേഹം ഭൗതികമായി വളരെയധികം എൻജോയ് ചെയ്യുകയും ആ പ്രഹ്ലാദൻ്റെ പരമ്പരയിൽപ്പെട്ട ആ ഭക്തി ഒരു പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് നശിച്ചു പോകാം. പക്ഷേ അങ്ങനെ ഈ ഭക്തനെ എനിക്ക് കൈവിടാൻ സാധിക്കില്ല. എൻ്റെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദനോടുള്ള എൻ്റെ സ്നേഹം, വാത്സല്യം എനിക്ക് ഭഗവാനെ കാണിക്കണം. കാരണം ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഒരു ഉത്തമ ഭക്തൻ്റെ 7 തലമുറ മുൻപോട്ടും 7 തലമുറ പുറകിലോട്ടും ഭഗവാൻ സംരക്ഷിക്കും, ഭഗവാൻ അവർക്കുള്ള മോക്ഷം നൽകുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാരുണ്യം ഭഗവാന് ഈ കാര്യത്തിലുമുണ്ട്. കാരണം ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ ഏറ്റവും ഉത്തമമായ ഭക്തനാണ് ശ്രീ പ്രഹ്ലാദ് മഹാരാജ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഉത്തമനായ വ്യക്തിയാണ്. പക്ഷേ ഈ ചെറിയൊരു കളങ്കം മൂലം ഇദ്ദേഹം ഇങ്ങനെ കൈവിട്ടു പോകാൻ പാടില്ല. ആ ഒരു കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവിടെ ഈ ഭിക്ഷാന്തേഹിയുടെ രൂപം സ്വീകരിച്ചത്. അതാണ് ആ
ഭഗവാന്റെ ഓരോ അവതാരത്തിൻ്റെയും പെർഫെക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭഗവാനെ നേരിട്ട് വന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഭഗവാന്റെ 400 ഫോമിൽ വന്ന് ചോദിക്കാം, എനിക്ക് ഇന്ന സ്ഥാനം വേണം, അല്ലെങ്കിൽ അത് ചോദിക്കേണ്ട കാര്യമില്ല, ഭഗവാന് സ്വയമേ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഭഗവാന്റെ ഓരോ അവതാരത്തിൻ്റെയും ആ പെർഫെക്ഷൻ അതാണ്. കാരണം ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നാൽ മാത്രമേ ഭിക്ഷ യാചിക്കാൻ കഴിയൂ. കാരണം ബ്രാഹ്മണന്റെ ഉപജീവന മാർഗം ഭിക്ഷയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇദ്ദേഹം ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്നതും ഈ യാഗശാലയിൽ വന്ന് ഈ ഭിക്ഷ യാചിച്ചത്. അതാണ് ആ ഒരു ഭഗവാന്റെ ഓരോ അവതാരത്തിൻ്റെയും പെർഫെക്ഷൻ. നമ്മൾ ഏത് അവതാരം എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. കൂർമ്മ അവതാരമാകട്ടെ, മത്സ്യാവതാരമാകട്ടെ, വരാഹാവതാരമാകട്ടെ, എല്ലാ അവതാരത്തിനും ആ പെർഫെക്ഷനാണ് ആ ഭഗവാന്റെ ഒരു പ്രത്യേകത. ഭഗവാൻ ഇതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നേരിട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി ഈ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ അതാണ് ഭഗവാന്റെ ഒരു പെർഫെക്ഷനും ആ കാരുണ്യവും. അങ്ങനെ അത്രയും കാരുണ്യമാണ് ഭഗവാന് തൻ്റെ ഭക്തന്മാരോട്. ഈ ഭക്തി ഉള്ള അല്ലെങ്കിൽ ആ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ലീലയുടെ യഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കാൻ സാധിക്കൂ. എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ഭഗവാൻ വളരെ നിഷ്ഠൂരനാണ്. കാരണം ഇത്രയും നല്ലവനായ ബലി മഹാരാജാവിനെ ചുമ്മാ ചവിട്ടി താഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോവുകയും ചെയ്ത വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിട്ടാണ് ഭഗവാനെ നമ്മളെല്ലാം കണ്ടിരുന്നത് ഒരു സമയത്ത്. പക്ഷേ യഥാർത്ഥ ഒരു ശുദ്ധ ഭക്തനിൽ നിന്ന് കേൾക്കുമ്പോഴും അതല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാന്റെ ഓരോ ലീലയുടെയും ആ അന്തസത്ത നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഭഗവാൻ ഈ ലീല ചെയ്തത്? അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ആ തലമുറയിൽ അവിടെ ഇനിയും തീർന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഭഗവാൻ ആ യാഗവേദിയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭഗവാന്റെ ആ സുന്ദരമായ ആ കൊച്ചു കുഞ്ഞിൻ്റെ രൂപം കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും ആകർഷിക്കപ്പെട്ടു നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ ബലി മഹാരാജാവിൻ്റെ മകളായ രത്നമാല ഈ കൊച്ചു കുഞ്ഞിൻ്റെ രൂപം കണ്ടപ്പോൾ ഈ രത്നമാലയുടെ മനസ്സിലും അതിയായ മാതൃവാത്സല്യമാണ് ഉണ്ടായത്. ഈ കൊച്ചു കുഞ്ഞിനെ താലോലിക്കാനും ആ കുഞ്ഞിന് പാല് കൊടുക്കാനും ഉള്ള ആഗ്രഹം രത്നമാലയുടെ ഉള്ളിൽ അതിയായി വന്നിരുന്നു. അവരുടെ മാരിടം ചുരുങ്ങുകയും ചെയ്തു. അങ്ങനെ അത്രയും ആകൃഷ്ടയായി ഈ കൊച്ചു ബാലനെ കണ്ടപ്പോൾ. പക്ഷേ ഇതേ രത്നമാല കുറച്ച് സമയം കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുകയും തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ സ്വത്തെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ഇതേ രത്നമാലയ്ക്ക് ഭഗവാനെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉണ്ടായത്. അത്രയും ദേഷ്യം വന്നു. കാരണം തൻ്റെ പിതാവിൻ്റെ കയ്യിലുള്ള എല്ലാം കൊണ്ടുപോയി, ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും എന്നുള്ള ദേഷ്യം കൊണ്ട് ഈ ഭഗവാനെ വധിക്കണം എന്നുള്ള അത്രയും ദേഷ്യം വന്നു. കഴുത്ത് നെരിച്ച് കൊല്ലണമെന്നാണ് ഈ രത്നമാലയ്ക്ക് തോന്നിയത്. അവിടെയാണ് ഭഗവാന്റെ കാര്യം വീണ്ടും ആ പ്രഹ്ലാദ മഹാരാജനോടുള്ള കാര്യം നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നത്. കാരണം ഈ രത്നമാല തന്നെ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് അവതരിച്ചപ്പോൾ പൂതനയായി അവതരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പൂതനയായി ഈ രത്നമാല ജനിക്കുകയും പൂതനയുടെ രണ്ടാഗ്രഹം, അതായത് ഈ ഭഗവാന് പാല് കൊടുക്കണം എന്നുള്ള ആഗ്രഹവും അതേസമയം തന്നെ ഭഗവാനെ വധിക്കണം എന്നുള്ള ആഗ്രഹവും നിറവേറ്റി കൊടുക്കാൻ ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. ഭഗവാനെ വധിക്കാൻ സമ്മതിക്കാൻ അത് സാധിക്കുന്ന കാര്യമല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു ശ്രമം നടത്തി എങ്കിലും പൂതനയുടെ ആ ജന്മത്തിലുണ്ടായിരുന്ന ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ ഭഗവാൻ അത്രയും കാരുണ്യമാണ് ഈ പ്രഹ്ലാദ മഹാരാജൻ്റെ ആ ഒരു പരമ്പരയോട് ഭഗവാൻ കാണിച്ചത്. അങ്ങനെ ഈ പൂതനയായി ജനിക്കുകയും ഗോകുലത്തിൽ വരികയും ഭഗവാനെ എടുക്കുകയും തനിക്ക് ഭഗവാന് മുലയൂട്ടാനുള്ള ഒരു അവസരം കൊടുക്കുകയും, പക്ഷെ ഭഗവാൻ ആ പൂതനയുടെ ആത്മാവിനെ മുലപ്പാൽ കുടിക്കുന്നതിലൂടെ വലിച്ചെടുക്കുകയും പക്ഷെ തൻ്റെ ധാമത്തിൽ ഒരു സ്വന്തം അമ്മയുടെ സ്ഥാനം നൽകി പൂതനയ്ക്ക് മോക്ഷം നൽകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപക്ഷെ സാധാരണ ഒരു വ്യക്തി ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുകയില്ല. അത് അവരാകെ അറിയുന്നത് പല സീരിയലുകളിൽ അല്ലെങ്കിൽ പല കാർട്ടൂണുകളിൽ കാണുന്ന അല്ലെങ്കിൽ പല ഷോപ്പുകളുടെ മുന്നിൽ നിൽക്കുന്ന കുടവയറെല്ലാം വെച്ച് ഒരു കോമഡി റോൾ പോലെ നിൽക്കുന്ന ഒരു മഹാബലിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയ ഒരു നികൃഷ്ടനായ ഒരു ക്രൂരനായ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ദൈവമായിട്ടാണ് വാമനനെ എല്ലാവരും ഒരു ഏവറേജ് മലയാളികളെല്ലാം
മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ കൂടുതലും അവർക്കറിയാം വാമന ദ്വാദശി. ഇന്ന് വാമന ദ്വാദശിയാണ് അവർക്ക് ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും ഒരു ആഘോഷം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ഒരു തരത്തിലാണ് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഭൂരിഭാഗം വരുന്ന മലയാളികളും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലീലകളിൽ നിന്നെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഭക്തന്മാരോടുള്ള അഹേതുകമായ കാരുണ്യം. ആ കാരുണ്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ശരിയായ സ്രോതസ്സിൽ നിന്നും കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. പ്രഹ്ലാദ് മഹാരാജ് 9 ഭക്തിയുടെ അംഗങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അതായത് ഭഗവാന്റെ കഥകൾ ശ്രവിക്കുക, ഭഗവാന്റെ നാമങ്ങൾ കീർത്തനം ചെയ്യുക, ഭഗവാന്റെ കഥകൾ പറയുക. ഈ 2 അംഗങ്ങൾ ചെയ്യുന്നതിലൂടെ ഭഗവത് സ്മരണം, വിഷ്ണു സ്മരണ നാച്ചുറലായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ 2 അംഗങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാത്ത വ്യക്തികൾക്കാണ് ഭഗവാനെ സ്മരിക്കാൻ കഴിയാത്തത്. അപ്പോൾ ആരാണോ ശരിയായി ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും, ആരാണോ ഭഗവാന്റെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതോ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോ അവർക്ക് തീർച്ചയായും ഭഗവാന്റെ സ്മരണം, അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ആ സ്മരണം ഉണ്ടാകുകയും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്താക്കളെ. ഭഗവാന്റെ സ്മരണം, ആരാണോ ഈ ശരീരം വെടിയുന്ന സമയത്ത് എന്നെ സ്മരിക്കുന്നത് അവർക്ക് എൻ്റെ ധാമത്തിൽ വരാം, എൻ്റെ അടുത്തേക്ക് വരാം. അപ്പോൾ ഈ സ്മരണ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ആരാണോ യഥാർത്ഥ ശ്രവണം ചെയ്യുന്നത്, ആരാണോ ശരിയായ രീതിയിൽ കീർത്തനം ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും സ്മരണ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മൾക്കത് ആ സിലബിൾസ്, അക്ഷരങ്ങൾ പലപ്പോഴും പൂർണ്ണമായും നമ്മൾ പറയാറില്ല. ഈ ഹരീഷ് ഹരീഷ് ശേഷ ഹരേ രാം 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 രാം. നമ്മൾ ആ ഒരു സമയം ഇത്ര സമയത്തിനകത്ത് തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഒരു ജപമെല്ലാം വളരെ സ്പീഡായിട്ട് നമ്മൾ ജപിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ യഥാർത്ഥ ഭഗവാന്റെ നാമം പൂർണ്ണമായി ഉച്ചരിക്കുകയുമില്ല, പൂർണ്ണമായി ശ്രവിക്കാനും നമുക്ക് സാധിക്കുകയില്ല. കാരണം വളരെ സ്പീഡിലാണ് പലപ്പോഴും നമ്മൾ ജപിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് ജപിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജപിക്കുന്നു, മൊബൈൽ നോക്കിക്കൊണ്ട് ജപിക്കുന്നു, TV കണ്ടുകൊണ്ട് ജപിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള ജപങ്ങളുണ്ട്. പക്ഷെ ആ ജപങ്ങളൊന്നും കൊണ്ടും നമുക്ക് ഈ സ്മരണം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എപ്പോഴാണോ ശരിയായ രീതിയിൽ ശ്രവണവും കീർത്തനവും നടക്കുന്നത് അപ്പോൾ മാത്രമേ സ്മരണം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ 2 അംഗങ്ങളും ശരിയായി ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ചും ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം തൻ്റെ കാരുണ്യം ഇവിടെ വർഷിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന. അതായത് ഗോലോകത്തിൽ ഭഗവാന്റെ ധാമത്തിലുള്ള പ്രേമധനമായ ഹരിനാമ സങ്കീർത്തനം ഈ ഭൂലോകത്തിൽ കലിയുഗത്തിൽ, അതായത് കലിയുഗത്തിലെ മണ്ടന്മാരും മടിയന്മാരുമായ നമ്മളെ പോലുള്ള അധമ ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഗോലോകത്ത് മാത്രം നടന്നിരുന്ന ആ ഹരിനാമം ഈ ഭൂമിയിലേക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ അവതരിച്ചപ്പോൾ ഈ ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി ഹരിനാമ സങ്കീർത്തനം കൊണ്ടുവന്നു. എന്തുകൊണ്ട് ഹരിനാമം എന്ന് നമ്മൾ ചോദിക്കും. കാരണം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മളൊരു ഹരിനാമം ചെയ്യുമ്പോൾ, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ഹരിനാമം ജപിക്കുന്ന സമയത്ത് ഒരക്ഷരം പോലും നമ്മൾ അതിൽ നിന്ന് മിസ്സാകുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരക്ഷരം പോലും നമ്മൾ ഈ ഹരിനാമം ജപിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് മിസ്സാകുകയില്ല. മാത്രമല്ല ഒരക്ഷരം പോലും നമ്മൾ കേൾക്കാതെ വിടുകയില്ല. കാരണം അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ആരെല്ലാം ഈ ഹരിനാമം ജപിക്കുന്നു ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ പൂർണ്ണമായും ഈ മന്ത്രം ജപിച്ചിരിക്കും. അതിലൊരക്ഷരം പോലും മിസ്സാവില്ല. പക്ഷേ ജപ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയറിയാം. നമ്മൾ ശ്രദ്ധിച്ചോളൂ എത്ര അക്ഷരം അതിൽ നിന്ന് മിസ്സാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
പക്ഷെ എന്ന് വിചാരിച്ച് ജപ ചെയ്യരുതെന്നല്ല, ജപ ഇതിൻ്റെ ബാക്ക് ബോണാണ്. പക്ഷെ ജപത്തിൽ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജപ ചെയ്യാൻ പറ്റൂ. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ജപം പൂർണ്ണമായി ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മനസ്സ് അത്രയും ചഞ്ചലമാണ്. ഒരു 16 മാല പോയിട്ട് ഒരു മാല പോലും നമ്മൾക്ക് പൂർണ്ണ ശ്രദ്ധയോടുകൂടി 108 തവണ നമുക്ക് മന്ത്രം ജപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജപിക്കുന്ന ആളുകൾ ഉണ്ടാവും, ക്ഷമിക്കണം. പക്ഷേ ഒരു ഇൻ ജനറൽ ഒരു പുതിയ ഭക്തൻ എന്നെ പോലുള്ള ഒരു ഭക്തൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു മാല പോലും എനിക്ക് പൂർണ്ണ ശ്രദ്ധയോടുകൂടി എനിക്ക് ജപിക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സ് പല സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഒരു 1 hour വേണമെങ്കിൽ സങ്കീർത്തനം ചെയ്യാം. ആ നാമം ഒരു അക്ഷരം പോലും തെറ്റാതെ എനിക്ക് സങ്കീർത്തനം ചെയ്യാൻ പറ്റും. അത് ഞാൻ കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തന യജ്ഞം ശ്രീ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ കലികാലെ നാമരൂപ കൃഷ്ണാവതാരം, കലിയുഗത്തിൽ നാമരൂപത്തിലാണ് കൃഷ്ണ അവതരിച്ചിരിക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ അവസാനത്തിൽ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വരിക. നമുക്കെല്ലാവർക്കും അറിയാം, മാം ഏകം എന്ന് ഭഗവാൻ പ്രത്യേകം, എന്നെ മാത്രം. കലിയുഗത്തിൽ മാം എന്ന് പറഞ്ഞാൽ നാമം. കലിയുഗത്തിൽ മാം, ഞാൻ എന്ന് പറഞ്ഞാൽ നാമം. നാമത്തെ ആരാണോ കലിയുഗത്തിൽ നാമത്തെ ശരണമെടുക്കുന്നത്, തീർച്ചയായും അവരെ അവരുടെ പാപങ്ങളിൽ നിന്നും ഞാൻ മുക്തി നൽകും. മാസുജഹ, സംശയിക്കേണ്ട എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അത്തരം ഉറപ്പ് ഭഗവാൻ നൽകുന്നു. അപ്പോൾ കലിയുഗത്തിൽ എന്താണ് മാം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഭഗവാൻ വളരെ ഇൻ്റലിജൻ്റായ ഒരു സെയിൽസ് പേഴ്സൺ ആണെന്ന് പറയാം. കാരണം അദ്ദേഹം പല ഓഫറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീത തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാവ്. അതായത് സ്വല്പം അഭ്യസ്യം, കുറച്ച് നമ്മളോട് പറയുന്നു ഭഗവാൻ, നിങ്ങൾ കുറച്ച് ചെയ്താൽ മതി, അല്ലേ? കുറച്ച് ചെയ്താൽ നിങ്ങൾ വലിയ അപകടങ്ങളിൽ നിന്ന് ഞാൻ സംരക്ഷിക്കാം. ആ കുറച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തികൾക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക. അവർ വലിയ അപകടങ്ങളിൽ നിന്ന് ഭഗവാൻ രക്ഷിക്കും. അതൊരു 20% ഓഫർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പത്രം പുഷ്പം ഫലം തോയം. എനിക്കങ്ങനെ വലിയതായിട്ടൊന്നും വേണ്ട. പക്ഷേ ഇതേ ആൾ തന്നെ ഈ പറയുന്ന ഉത്തമ ഭക്തന്മാരുടെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും, അല്ലേ? പക്ഷേ ആ ഒരു തലത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് അദ്ദേഹം പറയുന്നത് എന്താ? പത്രം പുഷ്പം ഫലം തോയം. എനിക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി വെള്ളമോ ഒരു ഇലയോ പൂവോ മാത്രം മതി, അല്ലേ? പക്ഷേ ഭഗവാൻ ഒരു ഉത്തമ ഭക്തനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കളങ്കമുണ്ടാക്കാൻ സാധ്യതയുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതികമായ എല്ലാം ഒരുപക്ഷെ ഭഗവാൻ അടിച്ചു മാറ്റി കൊണ്ടുപോകും. പക്ഷേ ആ ചെറിയ തലത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് അദ്ദേഹം പറയുന്നത് എന്താ? അത്ര ദുഃഖം സംഭവിക്കും. പക്ഷേ ഇനിയും അഡ്വാൻസ്ഡായി ഭഗവത്ഗീതയുടെ അവസാനത്തിൽ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ, നീ എല്ലാം കിട്ടോ, നീ ഒന്നും നോക്കണ്ട, ഒന്നും പിടിച്ചു വയ്ക്കണ്ട, മാമേകം ശരണം വരും, എന്നെ മാത്രം ശരണം പ്രാപിച്ചോളൂ. നിന്റെ ജന്മജന്മാന്തരങ്ങളിൽ നീ സ്വരൂപിച്ചു കൂട്ടിയിരിക്കുന്ന പാപങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. സംശയിക്കേണ്ട, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തീർച്ചയായും എനിക്ക് സാധിക്കും. ഭഗവാൻ അത്രയും ഉറപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല തലത്തിലുള്ള തട്ടുകളിലാണ് ഭഗവാൻ ഓരോ ഭക്തന്മാരോടും ഇടപഴകുന്നതും ആ ഭക്തന്മാരെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ, അതായത് ജീവ സ്വരൂപമായ കൃഷ്ണ നിത്യത, ഓരോ ജീവാത്മാവിന്, അതായത് ഒരു പൂവിൽ നിന്നും എപ്രകാരമാണോ അതിൻ്റെ ഗന്ധം വേർപ്പെടുത്താൻ സാധിക്കാത്തത് എന്നതുപോലെ ഓരോ ജീവാത്മാവിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാനോടുള്ള ആ സേവനം വേർപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം അത് രണ്ടും ഒന്നാണ്. ഒരു പൂവുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ലുണ്ടായിരിക്കും, അത് വേർപ്പെടുത്താൻ സാധിക്കില്ല. ഒരു ജീവാത്മാവാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ധർമ്മം ഭഗവത് സേവനമാണ്. ആ സേവനം നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭൗതിക ലോകത്തിൽ വരുന്ന ജീവാത്മാവ് ഈ തൻ്റെ അടിസ്ഥാനമായ തൻ്റെ ധർമ്മം മറന്നുകൊണ്ട്, അതായത് താൻ ജീവാത്മാവാണ്, ഭഗവാന്റെ ഒരു അംശമാണ്, എൻ്റെ ധർമ്മം ഭഗവാന്റെ സേവനമാണ് എന്നത് മറന്നുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് ഭഗവാനെ വിട്ടുകൊണ്ട് ആസ്വദിക്കാൻ, അതായത് നമ്മളെല്ലാവരും ഒരു സമയത്ത് ഭഗവാന്റെ കൂടെ ഗോലോകത്ത് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്, ജീവാത്മാക്കളാണ്. ഒരു സമയത്ത് നമ്മൾക്ക് തോന്നി, എന്തുകൊണ്ട് ഭഗവാൻ മാത്രം ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്കും ആസ്വദിച്ചുകൂടാ ഭഗവാനെ പോലെ? ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഭൗതിക ലോകങ്ങളിലേക്ക് വരുന്നത്.
അതായത് എനിക്കും ഭഗവാനെ പോലെ ആസ്വദിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഗോലോകത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ജന്മ കർമ്മ അത് ഭഗവാന്റെ ജനനത്തെയും കർമ്മത്തെയും കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ഈ ഭൗതികമായ 3 മോഡ്സിനെ അതിജീവിക്കാൻ പറ്റും എന്ന് പറയും. പക്ഷേ എൻ്റെ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞത് ആ ജന്മകർമ്മചന്ദ്രൻ വന്നപ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ജന്മമൃത്യു ജരാവ്യാധി. ഈ ജനന മരണ ചക്രത്തിൽ നിന്നും ഭഗവാൻ എപ്രകാരമാണ് നമ്മളെ കയറ്റാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ, ഭഗവാൻ തൻ്റെ ആചാര്യന്മാരെ, തൻ്റെ ഭക്തന്മാരായ വ്യക്തികളെ ഈ ഭൂലോകത്തിലേക്ക് പറഞ്ഞു വിടുകയും ഈ നമ്മളെ പോലുള്ള പതീതന്മാരായ ജീവാത്മാക്കളെ തൻ്റെ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്ന ജീവാത്മാക്കൾക്ക് എപ്രകാരമാണോ തൻ്റെ ശരീരം വെടിയുന്ന സമയത്ത് എങ്ങനെയാണോ ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കുന്നത്, ആ സമയത്ത് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു. ഈ ഒരു സൈക്കിൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ശരിയായ ഓതന്റിക്കായ, അതായത് ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ഗുരു പരമ്പരയിൽ നിന്ന് വരുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ശ്രമിക്കണം. അതല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഭഗവാൻ പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. കാരണം ഓരോ ഭൗതികമായി ഈ ഭാഗവതം പറയുന്ന വ്യക്തികളും അവരുടെ പല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഭാഗവതം പാരായണം ചെയ്യുന്നത്. കാരണം പണം ലഭിക്കാൻ വേണ്ടി ഭാഗവതം പറയുന്നു, അല്ലെങ്കിൽ ഭഗവാന് രൂപമില്ല, ആത്യന്തികമായി ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്, നമ്മളെല്ലാവരും തിരിച്ച് ബ്രഹ്മത്തിലേക്ക് നമ്മളെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള തെറ്റായ പല ഐഡിയകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകളും അവരിൽ നിന്ന് ശ്രമിക്കുന്ന വ്യക്തികൾ തീർച്ചയായും വഴിതെറ്റിപ്പോകും. പക്ഷേ ആരാണോ ഒരു ശുദ്ധ ഭക്തനിൽ നിന്ന്, ഭഗവാന്റെ ഭക്തനിൽ നിന്നും, അല്ലെങ്കിൽ ആ ഗുരു പരമ്പര, യഥാർത്ഥമായ ഗുരു പരമ്പരയിൽ നിന്ന് ശ്രമിക്കുന്നത്, അവർ തീർച്ചയായും ഈ ഭാഗവത ധർമ്മം മനസ്സിലാക്കുകയും സനാതന ധർമ്മം എന്ന് നമ്മളെല്ലാവരും പലപ്പോഴും സാധാരണ വ്യക്തികളെല്ലാം പറയും, ഞാൻ സനാതന ധർമ്മിയാണ്. പക്ഷെ നമുക്കറിയില്ല എന്താണ് യഥാർത്ഥ സനാതന ധർമ്മം. എറ്റേണല്ലോ, അതായത് ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്താണ്? ജീവേര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ, അതാണ് സനാതന ധർമ്മം. അതായത് ഓരോ ജീവാത്മാവിൻ്റെയും ധർമ്മം ഭഗവാന്റെ സേവനം മാത്രമാണ്. ആ സേവനം മനോഭാവം നമ്മളിൽ തിരിച്ച് ഉണർത്താനും ഭഗവാന്റെ സേവനം ചെയ്യാനുമാണ് നമുക്ക് ഇവിടെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽപ്പെട്ട അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോണിൻ്റെ പല സെൻറ്ററുകളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നതും ഒരുപാട് ജീവാത്മാക്കളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും അവരെയെല്ലാം അവരുടെ ധർമ്മം പറഞ്ഞ് മനസ്സിലാക്കുകയും തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കണം. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് പോലെ നാമം ജപിക്കണം, ഹരിനാമ സങ്കീർത്തനത്തിൽ ഏർപ്പെടണം. ഈ നാമം ജപിക്കാത്ത വ്യക്തികളെ കുറിച്ച് മുകുന്ദമാല സ്തോത്രത്തിൽ കുലശേഖരാവ് എന്ന മഹാഭക്തൻ പറയുന്നുണ്ട്, നാമം ജപിക്കാത്തവരെ മാറ്റി മാത്രമല്ല തൻ്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്താത്തവരെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ആരാണോ ഭഗവാന്റെ നാമം ജപിക്കാത്തത്, ഭഗവാന്റെ കഥകൾ പറയാത്തത്, അവരുടെ നാവ് തവളയുടെ നാവിനെ പോലെയാണ്. അതായത് തവള വെറുതെ പേക്രോം കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ കരച്ചിൽ ആരെയാണ് ആകർഷിക്കുന്നത്? പാമ്പിനെ ആകർഷിക്കുകയും ഈ തവളയെ ആ പാമ്പ് വിഴുകയും ചെയ്യും. അതായത് മരണത്തെയാണ് ആശ്രയിക്കുന്നത്. അതായത് ഒരു വ്യക്തി എപ്പോഴാണോ ഭഗവാനെ കുറിച്ച് സംസാരിക്കാതെ മറ്റ് പരിദൂഷണം പറയുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയും അല്ലെങ്കിൽ ഇവിടെ സങ്കീർത്തനം നടക്കുന്ന സമയത്ത് കൂടെ ജോയിൻ ചെയ്യാതെ സംസാരിച്ചിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഈ പറയുന്ന തവളയുടെ കരച്ചിൽ പോലെയാണെന്ന് കുലശേഖരാവ് പറയുന്നു. ഈ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാത്ത വ്യക്തികളുടെ ചെവികൾ പാമ്പിൻ്റെ പാമ്പിരിക്കുന്ന മാളം പോലെയാണെന്ന് പറയുന്നത്. ഭഗവാന്റെ അതിസുന്ദരമായ വിഗ്രഹം ദർശിക്കാത്ത കണ്ണുകൾ മയിൽപീലിയുടെ കണ്ണുകൾ പോലെ. അതായത് വളരെ മനോഹരമായ കണ്ണാണ് മയിൽപീലി കണ്ണ്. പക്ഷേ ആ മയിൽപീലി കണ്ണുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നുമില്ല.
എന്നതുപോലെ ഒരു കണ്ണാണ് ഭഗവാന്റെ അതിസുന്ദരമായ രൂപം ദർശിക്കാത്ത കണ്ണുകൾ, മയിൽപ്പീലി കണ്ണുപോലെയും ഭഗവാന്റെ നാമം കേൾക്കാത്ത ചെവികൾ പാമ്പിൻ്റെ നാളം പോലെയും ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസിയുടെ മണം എടുക്കാത്ത മൂക്കുകൾ, ഒരു ശവശരീരത്തിലിരിക്കുന്ന ഒരു 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 സൗന്ദര്യം, എന്താ പറയുക, ഒരു കൗതുക വസ്തു പോലെയാണെന്ന് പറയുന്നത്. പിന്നെ ഭഗവാന്റെ മുൻപിൽ ശിരസ് കുനിക്കാത്ത, പ്രണമിക്കാത്ത ശിരസ്, അത് എത്ര മനോഹരമായ തലപ്പാവ് കൊണ്ട് ഭംഗിയാക്കിയതാണെങ്കിലും അത് വെറും ഒരു കല്ലിന് തുല്യമാണ്. ഈ കഴുത്തിന് മേലെ ഇരിക്കുന്ന വെറും ഒരു ഭാരം മാത്രമാണ് എന്നുള്ള കുലശേഖരാവകാശം കഴിഞ്ഞില്ല. ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കാത്ത കൈകൾ, അവ എത്ര മനോഹരമായി സ്വർണ്ണ വളകൾ കൊണ്ട് നെയിൽ പോളിഷിട്ട് അലങ്കരിച്ചാൽ, പക്ഷേ അതെല്ലാം ഒരു വെറും ഒരു പാവയിൽ വെച്ചിരിക്കുന്ന കൈകൾ പോലെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇനി ഭഗവാന്റെ ദിവ്യധാമങ്ങളിൽ പോകാത്ത കാലുകൾ, അത് മരത്തിൻ്റെ തടി പോലെയാണ് എന്ന് പറയുന്നു. ഇനി ഭഗവാന്റെ നാമവും ഭഗവാന്റെ കഥകളും കേട്ട് ആർദ്രമാകാത്ത മനസ്സുകൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ മനസ്സ് പോലെയാണെന്ന് ശ്രീ കുലശേഖര ആൾവാർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള, ഈ ഭൗതിക ശരീരത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. അപ്രകാരം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിപൂർണമായ ശുദ്ധി വരുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പൂർണ്ണമല്ല, പലതരത്തിലുള്ള അഴുക്കുകളും ആഗ്രഹങ്ങളും കൊണ്ട് അത് കവർ ചെയ്ത് മൂടപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഒരു വ്യക്തി തൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും, തൻ്റെ കണ്ണുകൾ, തൻ്റെ നാവ്, ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവാന്റെ നാമം ശ്രവിക്കാൻ നമ്മുടെ കാതുകൾ, ഭഗവാന്റെ രൂപം കാണാൻ നമ്മുടെ കണ്ണുകൾ, ഭഗവാന്റെ നാമത്തിലേക്ക് പോകാൻ നമ്മുടെ കാലുകൾ, ഭഗവാന്റെ സേവനം ചെയ്യാൻ നമ്മുടെ കൈകൾ, ആരാണോ എപ്പോഴാണോ ഒരു വ്യക്തി, ഒരു ജീവാത്മാവ് തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ സമയത്ത് അവരുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും അവർ പരിപൂർണമായി തൻ്റെ ആ അന്തസത്ത മനസ്സിലാക്കുകയും ആ ജീവന സ്വരൂപമായ കൃഷ്ണയുടെ നിത്യദാസനാണെന്നുള്ള ആ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുകയും അവർ ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു പ്രശ്നങ്ങളെയും അവർ ബാധിക്കാത്ത ഒരു തലത്തിലേക്ക് അവർ പരിപൂർണമായ ബ്ലിസ്, അതായത് സച്ചിത് ആനന്ദ, ഒരു ജീവാത്മാവ് സച്ചിത് ആനന്ദ എന്ന് പറയുന്ന മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ആനന്ദ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ബ്ലിസ്, അതായത് ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ ഓരോ വ്യക്തികളും ജീവാത്മാക്കളും യഥാർത്ഥത്തിൽ ദുഃഖമില്ലാത്തവരാണ്. പക്ഷേ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വരികയും ഈ ഭൗതിക ഗുണങ്ങളോടുകൂടി ഇടപെടുകയും നമ്മുടെ ഈ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ മറന്നു പോകുന്നതും ഈ പറയുന്ന ദുഃഖങ്ങളെല്ലാം നമ്മളെ അലട്ടും തുടങ്ങുന്നത്. കാരണം പലതരം സാമ്പത്തികമായും ശാരീരികമായും എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലേ? ഒരു തരത്തിലുള്ള സന്തോഷവും സംതൃപ്തിയോ വളരെ ചുരുക്കം പേർക്ക് കാണും. കാരണം അവരത്രയും നല്ല ഭക്ത തലത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് കാണും. അല്ലാത്തവർക്കെല്ലാം ഈ പറഞ്ഞ പലതരത്തിലുള്ള ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ദുഃഖത്തിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കാം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക. ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. ഹരേ നാമ ഹരേ നാമ ഹരേ നാമ എന്ന് കേവലം ഹലോ നാസ്തേവ 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 എതിർ അന്യഥ. ഭഗവാന്റെ നാമമല്ലാതെ ഈ ഭൗതിക ലോകത്തിൽ നിന്നും കലീപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല. ഇപ്പോൾ ശങ്കരാചാര്യർ തന്നെ പറയുന്നു, അദ്ദേഹം ലോർഡ് ശിവയുടെ ഒരു അവതരമാണ്. അദ്ദേഹം പറയുന്നത് എന്താ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവാനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിങ്കരണേ. അതായത് നിങ്ങളുടെ ഈ പാണ്ഡിത്യമൊന്നും മരണസമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. ഭഗവാൻ ഗോവിന്ദൻ്റെ നാമം മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ലോർഡ് ശിവ തന്നെ, അതായത് ഭഗവാൻ ശങ്കരൻ, ലോർഡ് ശിവനാണ് ഒരു ശങ്കരാചാര്യനായിട്ട് വന്നിട്ട് ഈ ഗീതാ ഗോവിന്ദത്തിലൂടെ ഈ നമ്മളെ പോലുള്ളവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭഗവാൻ ശിവൻ, ലോർഡ് ശിവ പറയുന്നു, ബ്രഹ്മദേവൻ പറയുന്നു ബ്രഹ്മസംഹിതയിൽ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അദ്ദേഹം. അപ്പോൾ സകല ദൈവങ്ങളും പറയുന്നു ഭഗവാൻ ഗോവിന്ദനെ ഭജിക്കാൻ.
പക്ഷേ നമ്മൾ ജീവാത്മാക്കൾ നമ്മുടെ തുച്ഛമായ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി, വളരെ നിമിഷ നേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി നമ്മളതെല്ലാം മാറ്റിവെക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നമ്മുടെ ഈ തുച്ഛമായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ജനന മരണ ചക്രത്തിൽ നിന്നും പുനരവിജനനം പുനരവിമരണം, ജനിക്കും മരിക്കും ജനിക്കും മരിക്കും, ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ശങ്കരാചാര്യൻ ഇനി പറയുന്നു, ഭഗവത്ഗീത കിഞ്ചിദീത ഗംഗാജലലവ കണികാപീത. അതായത് ഭഗവത്ഗീതയിൽ നിന്ന് കുറച്ചെങ്കിലും വായിക്കൂ, ഗംഗാജലത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും കുടിക്കൂ. അവർക്ക് ഭഗവാൻ ഗോവിന്ദൻ്റെ നാമത്തെ മനസ്സിലാക്കാനും ഭഗവാൻ ഗോവിന്ദൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ഈ ആചാര്യന്മാരെല്ലാം തിരിച്ചും ഇങ്ങനെ ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ തിരിച്ചും അതെല്ലാം ഇഗ്നോർ ചെയ്ത് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ ഈ ഭൗതിക ലോകത്ത് പൂച്ചയായും മാനായും നദിയായും പൂന്താനം പറഞ്ഞതുപോലെ ഇങ്ങനെ ജനിച്ചും മരിച്ചും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അല്പമെങ്കിലും ഇൻ്റലിജൻസ് ഉള്ള, അല്പമെങ്കിലും ബോധമുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന തത്വങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തൻ്റെ ജീവിതത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക, ആത്മാർത്ഥമായി ശ്രമിച്ചു നോക്കുക. നാമം ജപിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. കാരണം ഈ ശ്രദ്ധ കിട്ടാൻ വളരെ പ്രയാസമാണ്. അർജുനൻ പറയുന്നു, ചഞ്ചലം മന കൃഷ്ണ, അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാറ്റിനെ വരെ എനിക്ക് തടഞ്ഞു നിർത്താം, പക്ഷേ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ അഭ്യാസയോഗയുക്തനാണ് ഭഗവാൻ പറയുന്നു. അഭ്യാസം, നിരന്തരമായ അഭ്യാസം, നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. പക്ഷേ നമ്മളൊരു ഇംഗ്ലീഷിലൊരു ചൊല്ലി കേട്ടിട്ടുണ്ട്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതായത് നിരന്തരമായ അഭ്യാസമാണ് പെർഫെക്ഷനിലേക്ക് വരുന്നത്. പക്ഷേ തെറ്റായിട്ടുള്ള പ്രാക്ടീസ് നിരന്തരം ചെയ്താലും അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരികയില്ല. കാരണം നമ്മൾ തെറ്റായിട്ടുള്ള ജപം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഇങ്ങനെ ആ ജപം നമ്മൾ തെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അതൊരിക്കലും പെർഫെക്ഷനിലേക്ക് വരികയില്ല. കാരണം നമ്മളൊരു തെറ്റാണ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കരുതും ഒരു ദിവസം ഞാനത് കറക്റ്റായിട്ട് ചെയ്യും, പക്ഷെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ ആ തെറ്റാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ പറഞ്ഞതുപോലെ സൺഡേ വിൽ ചാൻഡ് എന്ന് പറയും പ്രോപ്പർലി. പക്ഷേ ആഴ്ചയിൽ വെറും 7 ദിവസം, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ, ദർ ഈസ് നോ സൺഡേ ഇൻ എ വീക്ക്. ആ സൺഡേ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ആ സൺഡേ എന്ന് പറയുന്ന ഒരു ഡേ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത ദിവസം ഞാൻ ശരിയായി ജപിക്കും, പക്ഷേ അങ്ങനെ ഒരു ജപം ഉണ്ടാവില്ല. ഇന്ന് തന്നെ അത്ര വളരെ ഒരു റൗണ്ടാണ് നമ്മൾ ജപിക്കുന്നതെങ്കിലും അത് വളരെ ശ്രദ്ധയോടുകൂടി ജപിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കണം. സോറി, ഞാൻ സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ, അത് നമ്മൾ മനസ്സിലാക്കണം. അത് തെറ്റായിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ഒരു 100 വർഷം ചെയ്താലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. വളരെ ചെറിയ രീതിയിലാണ് അത് പെർഫെക്ഷൻ വരികയുള്ളൂ. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാന്റെ നാമം ജപിക്കുന്നതിലും ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നതിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടാവാനും, അങ്ങനെ ഭഗവാന്റെ നാമത്തിലേക്ക് അങ്ങനെ ശ്രവണം കീർത്തനം എല്ലാവർക്കും അവസാന സമയത്ത് ഭഗവാന്റെ സ്മരണം ഉണ്ടാവാനും ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ. നിരന്തരാജ് ശ്രീമദ് ഭാഗവതം കി ശ്രീല പ്രഭുപാദ കി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ ദയവായി പറയണം. ഹരേ കൃഷ്ണ. സമയം കുറച്ച് അധികം എടുത്തെന്ന് തോന്നുന്നു, ക്ഷമിക്കണം. കുറച്ച് നീണ്ടു പോയി ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ഇല്ലെന്ന് കരുതുന്നു. സന്തോഷം. ഹരേ കൃഷ്ണ.